ഓസിലേഷൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് ചോദിച്ച് അതിനു മുമ്പ് APMTക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദി എക്സ്ട്രീ ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ദി ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് t equal to 2 seconds. ഈ t equal to 2 seconds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കൂ, എന്താ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയിട്ടുള്ള സമയമാണ് t equal to 2 seconds. അതായത് ഈ ബോഡി എക്സ്ട്രീം പൊസിഷനിലാണ് എന്നർത്ഥം. അപ്പോൾ ഉള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ω²a ആണ്. ω²a അല്ലെങ്കിൽ -ω²a പറയാം സ്പെസിഫിക്കലി. ഇനി ഒമേഗ കാണണമെങ്കിൽ നമുക്ക് എന്താ ω = 2π/t ആണ്. ടി പറഞ്ഞാൽ പീരിയഡാണ്. അതായത് ഒരു ടി ഇവിടെ നമുക്ക് ഈ ഫുൾ വേവ് കണ്ടാൽ തന്നെ അറിയാം. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 8 സെക്കൻഡ്സാണ്. അപ്പോൾ 2π/8 എന്ന് പറഞ്ഞാൽ π/4. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് 1 യൂണിറ്റാണ്. ഓക്കെ. പിന്നെ a max = -ω²a. അപ്പോൾ നമുക്ക് -π/4² × 1, അപ്പോൾ -π²/16 വരും. അപ്പോൾ -π²/16. ഓക്കെ. Next, the phase difference between displacement and acceleration of a particle in simple harmonic motion. X = a sin ωt. അതിൽ velocity v = ω a cos ωt. Okay, and acceleration is -ω²a sin ωt. Okay, ഇവിടെ നമുക്ക് see between displacement and acceleration. അപ്പോൾ ഈ ഫേസ് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ആക്സിലറേഷൻ്റെയും ഫേസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും നമ്മൾ ഒരേ ഫോമിലാക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ഒരു സൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ ആക്സിലറേഷനും നമ്മൾ അതേപോലെ സൈൻ ഫംഗ്ഷൻ ആക്കണം. ഇവിടെ -ω²a sin ωt എന്നാണ്. ഓക്കെ. അപ്പോൾ അതിന് ആ മൈനസ് എടുത്തിട്ട് -sin ωt നമുക്ക് sin ωt + π എന്ന് എഴുതാം. sin ωt + π. sin ωt + π എന്താ? -sin ωt ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് എന്താ സൈൻ കഴിഞ്ഞു വരുന്നത് ഇത് ആംഗിളാണ്. ഓക്കെ. ആ ആംഗിളാണ് നമ്മൾ എന്താ പറയുക ഫേസ് എന്ന് പറയുന്നത്. അവിടെ ωt ആണ് ഫേസ്, ഇവിടെ എന്താ ωt + π ആണ് ഫേസ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? അത് π ആണ്. ഓക്കെ. സോ π റേഡിയൻ പറയാം. ഓക്കെ. നെക്സ്റ്റ്, ആവറേജ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഇൻ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ. ഈ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തിരിച്ചുവിടെത്തി എന്നല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താ? ആവറേജ് വെലോസിറ്റി 0 ആണ്. ആവറേജ് വെലോസിറ്റി വിൽ ബി 0, റൈറ്റ്? ആവറേജ് വെലോസിറ്റി 0. When two displacements represented by y1 = a sin ωt and y2 = b cos ωt are superimposed, okay, the motion will be. ഇത് നമ്മൾ ആ രണ്ടാമത്തെ b cos ωt ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് എഴുതാം? b sin ωt + π/2 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനെ ഫേസേഴ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫേസേഴ്സ്, ആദ്യത്തെ y1 sin ωt ഇതേ ഇങ്ങനെ, ആ ഫേസറിൻ്റെ ലെങ്ത് ആംപ്ലിറ്റ്യൂഡ് എക്ക് പ്രപ്പോർഷണലാണ്. രണ്ടാമത്തെ ഫേസറിൻ്റെ ലെങ്ത് ബി ആണ്, ബിക്ക് പ്രപ്പോർഷണലാണിത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് ഫേസർ എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ എയും ബിയും പെർപെൻഡിക്കുലർ ആയത് കാരണം ഈ റിസൾട്ടൻറ്റ് ഫേസറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ √a² + b². ഓക്കെ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് വിത്ത് ആംപ്ലിറ്റ്യൂഡ് √a² + b² വരും. √a² + b². അപ്പോൾ ഈ a sin ωt + b cos ωt എന്നുള്ള ആ ഫോം ഉണ്ടല്ലോ, അത് സാധാരണ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ 3 sin ωt + 4 cos ωt വരും. അല്ലെങ്കിൽ എന്താ 6 sin ωt + 8 cos ωt അങ്ങനെ വരും. ഇനി അല്ലെങ്കിൽ 5 sin ωt + 12 cos ωt വരും. ഓക്കെ. അങ്ങനെ സാധാരണ എന്താ പറയുക ചോദിക്കാറുള്ള ഒരു ടൈപ്പാണത്. നെക്സ്റ്റ്, പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 5 cm has a maximum speed of 31.4 cm/s. Its oscillations per second പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ Vmax എന്ന് പറഞ്ഞാൽ ω ആണ്. അപ്പോൾ ω എന്ന് പറഞ്ഞാൽ എന്താ? Vmax/a വരും. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസി പറഞ്ഞാൽ ω/2π. അപ്പോൾ Vmax/2πa. Vmax എന്ന് പറഞ്ഞാൽ 31.4. പിന്നെന്താ 2π ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ. ഈ താഴെ കിടക്കുന്ന പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. 2 × 5 എത്രയാ? 10. 10 × 3.14 പറഞ്ഞാൽ 31.4. മേലെ 31.4, താഴെയും അത് തന്നെ. അപ്പോൾ 1 വരും. ഓക്കെ. അപ്പോൾ നമുക്ക് 1 പറയാം.
Next, which one of the following statements is true for the speed v and the acceleration a of a particle executing simple harmonic motion? അതിന് വെലോസിറ്റി മാക്സിമം ആവണം എവിടെയാ? മീൻ പൊസിഷനിൽ. അവിടെ ആക്സിലറേഷൻ 0 ആണ്. ഓക്കെ, വെൻ വി ഈസ് മാക്സിമം എന്താ ആക്സിലറേഷൻ ഈസ് 0. അത് കറക്റ്റ് ആണ് കേട്ടോ. വെൻ വി ഈസ് മാക്സിമം ആക്സിലറേഷൻ ഈസ് മാക്സിമം തെറ്റാ. വെൻ എ വാല്യൂ ഓഫ് എ ഈസ് 0 വാട്ട് എവർ മേ ബി ദ വാല്യൂ ഓഫ് വി, ആക്സിലറേഷൻ 0 ആണെന്ന് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ്സ് റോങ്. വെൻ വി 0 വെലോസിറ്റി 0 ആണ് ഇവിടെ എക്സ്ട്രീം പൊസിഷനിൽ, അവിടെ ആക്സിലറേഷൻ 0 ആണെന്ന് തെറ്റാ. അവിടെ ആക്സിലറേഷൻ മാക്സിമം. മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആക്സിലറേഷൻ 0. എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ മാക്സിമം വെലോസിറ്റി 0. നെക്സ്റ്റ് നമുക്ക് പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഹാസ് ആംപ്ലിറ്റ്യൂഡ് 0.01 മീറ്റർ ആൻഡ് ഫ്രീക്വൻസി 60 ഹെർട്സ്. മാക്സിമം ആക്സിലറേഷൻ ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. അപ്പോൾ 2π × 60 ആണ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്കത് പറയാം 120π പറയാം. മാക്സിമം ആക്സിലറേഷൻ പറഞ്ഞാൽ ω², ആംപ്ലിറ്റ്യൂഡ് 0.01. 120π² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 144 ആണ്. 120യുടെ എത്ര വരും? അപ്പോൾ 144 പിന്നെന്താ 00 വരും. അതായത് 14,400 വരും. ഓക്കെ, 14,400π². അതിൽ 14,400 × 0.01 പറഞ്ഞാൽ 144 എന്നാണ് വരിക. അപ്പോൾ 144π² വരും. അപ്പോൾ ഇത് വരും 144π². ഓക്കെ, നെക്സ്റ്റ് a particle starts a simple harmonic motion from its mean position. Its amplitude is capital A and time period is capital T. What is its displacement when its speed is half of its maximum speed? അതിൽ v² = ω² × a² - x². വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് അത് വെച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വി മാക്സ് എന്ന് പറഞ്ഞാൽ ω ആണ്. ഓക്കെ, അപ്പോൾ v² = നമ്മൾ a² പുറത്തെടുത്താൽ മതി. അപ്പോൾ 1 - x² a² വരും. അപ്പോൾ v = v² മാക്സ് പിന്നെ 1 - x² a². ഓക്കെ, അപ്പോൾ v/v max = whole square 1 - x/a² വരും. v = v max by 2 ആ. അപ്പോൾ v/v max പറഞ്ഞാൽ 1/2 വരും. അപ്പോൾ 1/2² പറഞ്ഞാൽ 1/4 വരും. 1 - x² a². അപ്പോൾ ഈ x² a² എന്ന് പറഞ്ഞാൽ 1 - ഈ x² a² അങ്ങോട്ട് കൊണ്ടുപോവുക, 1/4 അങ്ങോട്ട് വരിക. അപ്പോൾ x² a² = 3/4 വരും. അപ്പോൾ x = √3a/2 വരും. ഓക്കെ, √3a/2. അപ്പോൾ √3a/2 പറഞ്ഞാൽ ഇത് വരും. റൈറ്റ്. നെക്സ്റ്റ്, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വെൻ ദ പാർട്ടിക്കിൾ ഈസ് ഹാഫ് വേ ഇറ്റ്സ് എൻഡ് പോയിന്റ് ഈസ്. ഇതാണ് എനർജി. ½ ω² a² പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ½ ω² x². ഓക്കെ, അപ്പോൾ അതിൽ x = a/2 ആണ്, ഹാഫ് ദി ആംപ്ലിറ്റ്യൂഡ്സ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ½ ω². എക്സിന് പകരം നമുക്ക് എന്താ? എക്സിന് പകരം നമുക്ക് a/2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരേണ്ടത്, E/4. റൈറ്റ്. A body executes SHM with an amplitude A at what displacement from the mean position? Its potential energy of the body is 1/4 its total energy. This potential energy ½ ω² x², ½ ω² a² total energy. അപ്പോൾ പൊട്ടൻഷ്യൽ ബൈ ടോട്ടൽ പറഞ്ഞാൽ x/a² അത് 1/4 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ x/a 1/2 ആണ്. x = a/2 എന്ന് വരും. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ, x = a/2. Next, a pendulum is hung from the roof of a sufficiently high building and is moving freely to and fro like a simple harmonic oscillator. The acceleration of the bob of the pendulum is 20 m/s² at a distance 5 meter from the mean position. The time period of oscillation is. അതിൽ a = ω² x ആണ്. അപ്പോൾ അതിൽ ഒമേഗ പറഞ്ഞാൽ √a/x. അപ്പോൾ 20/5 എന്ന് പറഞ്ഞാൽ 4 √4 എത്രയാ 2. പീരീഡ് t = 2π/ω. അപ്പോൾ π seconds എന്ന് വരും. Okay, so pi seconds. Right. Next, a particle executes linear simple harmonic motion with an amplitude of 3 cm. When the particle is 2 cm from the mean position, the magnitude of its velocity is equal to that of its acceleration. Velocity magnitude, acceleration magnitude equal. Then the time period in seconds is. Okay, v = ω√a² - x². Acceleration small a, capital A amplitude. Acceleration small a പറഞ്ഞാൽ ω² x.
ആക്സിലറേഷൻ്റെ വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഓക്കെ, എ ഈക്വൽ ടു വി. അപ്പോൾ ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഒമേഗ സ്ക്വയർ ഒരെണ്ണം കളയാം. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ഇങ്ങനെ വരും. ഓക്കെ, അതിൽ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്. അപ്പോൾ റൂട്ടിനകത്ത് എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വരും. അപ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ √5/2 വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ √5/2 മേലെ പോകുമ്പോഴെന്താ 2π എന്നുള്ളത് 4π ആവും. 4π/√5. 4π/√5 വരും. ഓക്കെ, നെക്സ്റ്റ്, എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് SHM along a straight line. Its velocity is at distances x1 and x2 from the mean position are v1 and v2 respectively. Its time period is. See, v square equal to omega square into a square minus x square, general expression for the velocity in terms of displacement. Displacement x1 ആവുമ്പോൾ velocity v1, displacement x2 ആവുമ്പോൾ velocity v2. സബ്ട്രാക്ട് ചെയ്യുക. v1 square minus v2 square ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒമേഗ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഒമേഗ ഇത് വരും, പീരിയഡ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, മേലെ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ, അടിയിലോ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ. ഇവിടെ രണ്ടാമത്തത് മൈനസ് ഒന്നാമത്താ, അടിയിൽ ഒന്നാമത്തത് മൈനസ് രണ്ടാമത്താ. അപ്പം നിങ്ങൾ വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്താൽ മതി, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണോ നോക്കൂ, എപ്പോഴും ഇത് മേലെ ഡിസ്റ്റൻസും താഴെ സ്പീഡേ വരുള്ളൂ കേട്ടോ. മേലെ ഡിസ്റ്റൻസ് സ്ക്വയർ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡിൻ്റെ സ്ക്വയർ ആണെങ്കിലോ ടൈം സ്ക്വയർ. അപ്പോൾ റൂട്ടിനകത്ത് കിടക്കുന്നത് ടൈമിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ടൈം വരും, ടൈമല്ലേ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് നമുക്ക് എന്താ, ഇവിടെ ജനറൽ എക്സ്പ്രഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഇത് വരും. ഓക്കെ, നെക്സ്റ്റ്, എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇറ്റ്സ് മാക്സിമം ആക്സിലറേഷൻ ഈസ് ആൽഫ ആൻഡ് മാക്സിമം വെലോസിറ്റി ഈസ് ബീറ്റ. ബ്യൂട്ടിഫുൾ. ഓക്കെ, എ മാക്സ് പറഞ്ഞ ഒമേഗ സ്ക്വയർ എ ആണ്, വി മാക്സ് പറഞ്ഞ ഒമേഗ എ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഇറ്റ്സ് ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ വിൽ ബി. അപ്പോൾ വി മാക്സ് ബൈ എ മാക്സ് എന്താ 1/ω. ഓക്കെ, വി മാക്സ് ബൈ എ മാക്സ് 1/ω. അപ്പോൾ ടി പറഞ്ഞാൽ 2π/ω. അപ്പോൾ 2π ഇൻറ്റു 1/ω. അപ്പോൾ 2π വി മാക്സ് ബൈ എ മാക്സ്. അപ്പോൾ 2π ബീറ്റ ബൈ ആൽഫ, 2π ബീറ്റ ബൈ ആൽഫ. ഓക്കെ, എ സിമ്പിൾ പെൻഡുലം പെർഫോംസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ അബൌട്ട് x equal to 0 with an amplitude a and time period capital T. The speed of the pendulum at x equal to a/2 will be v square equal to omega square into a square minus x square, general expression for the speed. അതിൽ x equal to a/2 കൊടുക്കുക. അപ്പോൾ x square പറഞ്ഞാൽ a square by 4. a square minus a square by 4 എന്താ 3a square by 4 വരും ഇവിടെ. അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ v equal to √3, പിന്നെന്താ ഒമേഗ a divided by 2 വരും. ഓക്കെ, √3 ഒമേഗ a divided by 2. അതിൽ ആ ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2π/T എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ 2 കട്ടാവും. അപ്പോൾ πa√3 divided by t വരും. πa√3 divided by t. റൈറ്റ്. പിന്നെ എ പോയിന്റ് പെർഫോം സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഓഫ് പീരിയഡ് ക്യാപിറ്റൽ T and the equation of motion is given by x equal to a sin omega t plus π/6. After the elapse of what fraction of the time period the velocity of the point will be equal to half its maximum velocity. അതായത് v equal to maximum velocity ഒമേഗ a ആണ്, അതിൻ്റെ പകുതിയാവണം. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ഓക്കെ, അതിൽ ഇനി എന്താ നോക്കൂ, ഈ വെലോസിറ്റി വിക്ക് പകരം ഒമേഗ a/2 എന്ന് കൊടുക്കുക. അപ്പോൾ ഒമേഗ എ കട്ടാവും 1/2. അതായത് വി ഒമേഗ a/2 ആവണമെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് π/6 എന്ന് പറയുന്നത് എത്രയാവണം? 1/2 ആവണം. സൈൻ ഒമേഗ ടി പ്ലസ് π/6 1/2. ഈ π/6 എന്ന് പറഞ്ഞാൽ 30 സൈൻ 30 1/2 അത് കഴിഞ്ഞാൽ പിന്നെ സൈൻ ഫംഗ്ഷൻ 1/2 ആവുന്നത് 150ലാണ്. 150. അതായത് ഇത് 30 ആണ്. അപ്പോൾ ഈ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എത്രയാവണം? 120 ആവണം. 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് π/6 എത്രയാ? π/6 എന്ന് പറഞ്ഞാൽ 30. 30 × 4 120 റെഡിയാണ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ 4π/6. അപ്പോൾ t equal to 2π/3. ഓക്കെ, ഒമേഗ ടി equal to 2π/3. ഓക്കെ, അപ്പോൾ t equal to എന്താ 2π/3 ഒമേഗ. ഇതിൽ ഈ 2π/ω ഉണ്ടല്ലോ, അതെന്താ? അത് ക്യാപിറ്റൽ T ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക? t/3 എന്ന് വരും. റൈറ്റ്. സോ ദിസ് ഇസ് t/3. Okay, the time period of a simple pendulum is 2 seconds.
its length is increased by 4 times, then its period becomes. അതിൽ t equal to 2 pi root of L by G ആ. അപ്പോൾ t dash by t പറഞ്ഞാൽ root of L dash by L. അതിൽ എന്താ ലെങ്ത് 4 ടൈംസ് ആക്കി പറഞ്ഞാൽ 4L by L എത്രയാ 2 വരും. അപ്പോൾ t dash equal to 2t, that is എത്രയാ 2 into 2 പറഞ്ഞു കഴിഞ്ഞാൽ 4 seconds വരും. ഓക്കെ. നെക്സ്റ്റ്, if the length of a simple pendulum is increased by 2%, then the time period. അതിൽ ഈ പെർസെൻറ്റേജ് ചേഞ്ച് വളരെ ചെറുതാകുമ്പോൾ, ഇപ്പോൾ 1%, 2% അങ്ങനെ വളരെ ചെറുതാണെങ്കിൽ, മാക്സിമം ഒരു 2% വരെയൊക്കെ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ t raised to 1 proportional to L raised to half. ആ പവർ നേരിട്ട് എഴുതാം. അതായത് 1 into percentage change in t equal to half into percentage change in L. ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കണം, അതുപോലെ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഡിക്രീസ് ചെയ്യണമെന്നാണ് അർത്ഥം. ഇവിടെ എന്താ പറഞ്ഞതെന്നറിയോ, ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ബൈ 2%. ഓക്കെ, അപ്പോൾ ആ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് +2 എന്നാണ് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഹാഫ് ഇൻറ്റു +2 1% കിട്ടും, +1% എന്നാണ്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പീരീഡ് പോസിറ്റീവാണ്, അതായത് ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം. എത്ര കൂടും, 1%. അപ്പോൾ ഇൻക്രീസസ് ബൈ 1%. അതാ മനസ്സിലാക്കേണ്ടത് നമ്മൾ. ഓക്കെ. If a simple harmonic oscillator has got a displacement 0.02 meter and acceleration 2 meter per second square, angular frequency A equal to omega square x ആ. അപ്പോൾ ഒമേഗ പറഞ്ഞാൽ റൂട്ട് ഓഫ് a by x. അപ്പോൾ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ 0.02, അത് 100 ആ. 100ൻ്റെ റൂട്ട് എത്രയാണ്, 10 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, 10 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ. A simple harmonic oscillator has an amplitude A and time period capital T. Time required by to travel from x equal to a to a by 2 പറഞ്ഞില്ലയോ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡ് കുറഞ്ഞ് 0 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് കൂടുതലാണ്, സമയം കുറവാകും. ഇവിടെ ആവറേജ് സ്പീഡ് കുറവാണ്, സമയം കൂടുതലാവും. ഇവിടെ t/6 ആ, അതിൻ്റെ പകുതി സമയം ഇവിടെയുള്ളൂ, t/12 ആണിത്. ഓക്കെ, നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നത് ഈ a to a by 2 ആണ്, അതെന്താ t/6 ആ. ഇനി ഇപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കുകയാണെന്ന് വിചാരിക്കുക, x equal to a cos omega t. ഓക്കെ, അവിടെ ടൈം 0 ആവുമ്പോൾ x equal to a എക്സ്ട്രീമിലാണ്. ഓക്കെ, ഇനി x equal to a by 2 ആവുമ്പോൾ t എന്താ, t equal to t/6 ആ. t 0 ആവുമ്പോൾ x equal to a ല്, t ക്യാപിറ്റൽ t/6 ആവുമ്പോൾ x equal to a by 2 ല്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയം എന്താ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയം നമുക്ക് t/6 എന്ന് പറയാം, t/6, this one. Okay. Next, a body is executing SHM when the displacement from the mean position are 4 and 5. Corresponding velocities are 10 and 8. Okay. Then the time period of the body is general formula നമ്മൾ നേരത്തെ ചെയ്തതാ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, 2 x2 square minus x1 square divided by v1 square minus v2 square. 5 square minus 4 square പറഞ്ഞാൽ 3 square ആ. 10 square minus 8 square പറഞ്ഞാൽ 6 square ആ. ഈ 3 square പുറത്തെടുക്കുമ്പോൾ 3, 6 square പുറത്തെടുക്കുമ്പോൾ 6, 3/6 പറഞ്ഞാൽ 1/2. ഓക്കെ, അപ്പോൾ pi seconds എന്ന് വരും, റൈറ്റ്, pi seconds.